നമ്മൾ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സ്ലോ റൺ വീഡിയോ ആയിട്ടാണ് മൈൻക്രാഫ്റ്റ് സ്ലോ റൺ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സ്ലോ റൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ പേരുണ്ടാക്കുന്നത് സ്ലോ ആയിരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകും. അത് മീൻസ് നമ്മൾ സാധാരണ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡിൽ എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇതിലും കളിക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ സ്ലോ റൺ എന്ന് പറയുന്നത്. പിന്നെ സ്പീഡ് റണ്ണ് നമ്മൾ കളിക്കുന്നത് വേറൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട്. ഇവിടെ അയൽക്കുളം നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ആദ്യം ഈ വില്ലേജ്, ഞാനിപ്പോൾ ഇവിടെ സ്പോണായപ്പോൾ തന്നെ ഒരു വില്ലേജിലാണ്. സ്പോണായപ്പോൾ തന്നെ വില്ലേജിലാണ്. ഇവിടെ ആൾക്കാരൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഈ വില്ലേജ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററപ്പിൽ പോകണേ. പിന്നെ സെൻറ്ററിൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗവും എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചെറിയൊരു വില്ലേജ് തോന്നുന്നു കേട്ടോ, വലിയൊരു വലിപ്പൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ കുറച്ചായി ഭയങ്കരമായിട്ട് കളിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു ഇതുണ്ട്, സെക്യൂരിറ്റി ഇട്ടിട്ടുണ്ട്. നമ്മളെടുത്ത് നല്ല ടപ്പ് കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഒരു കിണറുണ്ട്. ഈ കിണറിൽ വേറെ വെള്ളത്താണ്. പക്ഷേ ഇത് അൺലിമിറ്റഡ് അല്ല കേട്ടോ. ഒറ്റ കോരി കഴിഞ്ഞാൽ ഇത് ചെയ്യും. അൺലിമിറ്റഡ് വാട്ടർ അല്ല. എന്നാലും നമുക്ക് ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ട് വരുന്നുണ്ട്, നേരെ പോവാം. അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് നല്ലൊരു വീട്. ഓക്കെ, സീഡ് ഒരു ടോർച്ച്, ഇവിടുത്തെ ഈ മരത്തിൻ്റെ ഇത്. ഈ വീടിൻ്റെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇതെന്താണ്? ഓക്കെ, ഇതെന്തോ ഒരു കൃഷിയാണ്. സാധാ വീട്ടല്ലേ, ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇത് നമ്മൾ എടുത്തുണ്ടല്ലോ, നമുക്കത് ആവശ്യമില്ല. വാട്ടർമെലൺ റെയറാണ് കേട്ടോ. കുഴിച്ചിടണം. സ്റ്റോറണാകുമ്പോൾ കുറച്ചെടുത്താൽ മതി. പിന്നെ അത് ഫാം ചെയ്ത് റെഡിയാക്കി ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ വന്ന് എവിടെയാണ് നമ്മൾ സെൻറ്റർ? അതാ. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെയല്ലേ പോകേണ്ടത്? നേരൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വളഞ്ഞിട്ട് ഇവിടെ ഇതൊരു വരാം കയറി നോക്കുകയാണ്. ചില പേരുടെ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും നമ്മളെ പറ്റിക്കാനായിട്ട്. ചെറുതങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് ഏതൊരു കുക്കറിൻ്റെ ഷെഫിൻ്റെ വരെയാണ്. ഞാൻ കുറേ ആയിട്ട് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു ഇതുണ്ടോ ഷെഫ്. ട്രൈ ചെയ്ത് നോക്കുക. സോറി കുക്കർ, അയാൾ ഷെഫല്ല, വേറെന്തോ ഒരു സംഭവം. ഇതും മീറ്റാണോ? ഇത് മീറ്റല്ല കേട്ടോ, ഇത് വേറെന്തോ ആണ്. ഓക്കെ, മറ്റേ ബീറ്റ്റൂട്ട് ഒന്നും പെട്ടെന്ന് കിട്ടും. അതാ പംകിൻ ഉണ്ട് കേട്ടോ ഇവിടെ. പംകിനാണോ വാട്ടർമെലണാണോ മനസ്സിലാവുന്നില്ല. ഓക്കെ, വാട്ടർമെലാണ്. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനുള്ളിലൊന്നുമില്ല. അതിനുള്ളിലുണ്ട്. അയ്യോ, ബ്രെഡ് ബെന്ന്. അതിന് നേരെ പോയാൽ അതവിടെ സാധാ വീറ്റാണല്ലോ അല്ലേ. ക്യാരറ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ എല്ലാ ഭാഗത്തും എത്തിയോ? ഈ വഴിയാണ് വന്നത്. അല്ല കേട്ടോ, എത്തിയില്ല. ഇനി നമുക്ക് പോകണ്ട്. ഇനി നമുക്ക് നേരെ പോയി നോക്കാം. ഓക്കെ, നേരെ പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ഒന്ന് കാണാണ്ട്. ഇതും ഫുള്ള് വീറ്റാണ്. ഇതെന്ത് വിളവെടുക്കാനായിക്കണ്. നമ്മൾ എടുക്കണില്ല. അതിൻ്റെ ഫാർമറിൻ്റെ ആൾ വന്ന് എടുത്തോളൂ. അതാ ജസ്റ്റ് ഓക്കെ. സാഡിൽ വില്ലേജെന്ന് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടത് അതാണ്. സൈഡിൽ അത് കിട്ടുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ലക്ക് തന്നെയാണ്. എന്താ ഒരു ഡോറ് നമ്മളെ പറ്റിക്കാൻ വെച്ചതാണോ? ഇതൊന്നും സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വേറെ ഇന്ന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. എന്നാലും നമ്മൾ അങ്ങനെ ഈ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് അങ്ങനെ ഈ ഭാഗം കംപ്ലീറ്റ്. ഈ ഭാഗം പോയിട്ടില്ലല്ലേ.
ഇതൊക്കെ പോയി ഓക്കെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ കൂട് ചിലതിലങ്ങനെ ഉണ്ടാവില്ല ചാടി കിടക്കാൻ കുറച്ച് അതവിടെ സെറ്റ് ഓക്കെ മാപ്പ് കേട്ടോ അന്നോൺ മാപ്പാണ് നമുക്ക് റെഡിയാക്കാം മാപ്പ് നമുക്ക് ആവശ്യമുള്ള സാധനം ഓക്കെ ഇവിടെ സാധാ ട്രീൻ്റെ സീഡ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് യൂസ് ഉണ്ടാവലുണ്ട് ഇതിൽ കൂടി ഇങ്ങനെ ഇറങ്ങാം ഇവിടെ എല്ലാവരും കൂടി നിന്ന് എല്ലാവരും ആണ്ടുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ട് കേട്ടോ ഇതൊക്കെ ആയിട്ട് അപ്പം ഇതൊരു ആക്റ്റീവ് വില്ലേജ് ആണെന്നാണ് കിട്ടും എന്തായാലും ഇവിടെ എത്രയുള്ളൂ നമുക്ക് നേരെ ആണ്ട് പോയി കാണ്ടാൻ പോകാനുള്ളത് ഇവിടെ അതുപോലത്തെ ഒരു വരാം ഇവിടെ ഉണ്ടാവും ജസ്റ്റ് ഓക്കെ എമറാൾഡ് കിട്ടോ എമറാൾഡ് കിട്ടുന്ന ലക്കാണ് ലക്കീസ് ഇതിന് മേലെന്തേലും ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഇനി വല്ലതും ഉണ്ടോ പോയോ കമ്മലുണ്ട് ഇവിടെ ഇനിയൊന്നും ഇല്ല ഓക്കെ ഇവിടെ എന്തോ ഒരു പാലം ഒരു പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇപ്പുറത്തേക്ക് സാധാ മരത്തിൻ്റെ സ്ഥലം ഉണ്ടോ കാരണം എന്താ സ്ലോറുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് ലാഗായിട്ടെല്ലാം ചെയ്യുന്നത് നമ്മൾ സ്പീഡ് റണ്ണിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതിൽ നമുക്ക് സ്പീഡാക്കാം അതിലിങ്ങനെ ഒന്നും ഉണ്ടാവില്ല വേഗം റൂട്ട് ആവുക വേഗം കാര്യങ്ങളൊക്കെ റെഡി ആവുക അതുപോലെ തന്നെ എന്നിട്ട് പിന്നെ വേഗം പിന്നെ ഫുള്ള് മൈനിങ് പ്ലേസിലാണ് പിന്നെ മൈനിങ് പ്ലേസിൽ അത് ഇത് ഫുള്ള് മൈൻ ചെയ്യുക വേഗം പോകാനുണ്ടാകുന്നില്ല അതാണ് സ്ലോ റണ്ണർ ചെയ്യുന്നത് പക്ഷെ ഇത് നമുക്ക് കുറേ ചെയ്ത് വീട് അതിനേക്കാളും രസത്തിൽ ഉണ്ടാക്കി ഇതൊക്കെ പറഞ്ഞാൽ വീട് തന്നെ ഉണ്ടാവില്ല ഞാൻ കുറച്ച് മരം വെട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കൂടുതൽ ലോങ് ആക്കാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാണ് അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് മരമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ മരം വെച്ച് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കണം ഇത് കുറച്ചൊന്ന് വാട്ടർ ഇട്ടാണ് മെലൺ സീഡ്സ് ആക്കാം കേട്ടോ ഒരു 5-6 ഒരു 8 സീഡ് നിന്നോട്ടെ ബാക്കി നമുക്ക് പിന്നെ റെഡിയാക്കാം നമുക്കൊരു 10 ഓക്കെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് വടികളും വേണം ഓക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് അങ്ങനെ ബെഡ് സെറ്റാക്കണം ബെഡ് ഇപ്പോൾ നമ്മൾ ആരാൻ്റെ ബെഡ് പണികൾ ഇന്നലെ രാത്രി കിടന്ന് തുടങ്ങിയത് രാത്രി ആയിട്ടിരുന്നു കേട്ടോ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരു പിക്കാക്സ് ഉണ്ടാക്കണം വേറെ ഒന്നും ഉണ്ടാക്കരുത് ഇന്നലെ രാത്രി ആയിരുന്നു ഞാൻ ഇവിടെ എവിടെയോ ഇന്നലെ ആടിനെ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ തിരക്കിൻ്റെ ഇടക്ക് ഇപ്പോൾ ആടിനാണെങ്കിൽ ഉറപ്പാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കൊല്ലും കേട്ടോ കാരണം നമുക്ക് വില്ലേജിൻ്റെ ബെഡല്ലാതെ വേറൊരു ബെഡ് അത്യാവശ്യമാണ് ഞാൻ ഈ പേരൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ ഇന്നലെ രാത്രി പോയി കിടന്ന് തുടങ്ങിയത് എന്തായാലും വേറൊരു ആടിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊല്ലുന്നതായിരിക്കും ഇപ്പോൾ വല്ല പണി നമ്മൾ പിക്കാക്സ് നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മരം കൊണ്ട് കുറേ ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല മരം കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ മരം കൊണ്ട് പറ്റിയത് വാസ്വോഡ് ആക്സ് അങ്ങനെ എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് എനിക്കത് ഇഷ്ടമല്ല ഞാൻ പിക്കാക്സ് മാത്രം ഉണ്ടാക്കും എന്നിട്ട് പിക്കാക്സ് കൊണ്ട് പാറ പൊട്ടിക്കും പിന്നെ പാറിൻ്റെ സോഡും പിക്കാക്സും ആക്സൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ വെറുതെ എൻ്റെ അഭിപ്രായത്തിൽ വെറുതെ യൂസ്ലെസ്സാണ് അത് മരത്തിൻ്റെ സോഡൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ ഡാസ് അടുപ്പത്തിട്ട് കത്തിക്കും ചെയ്യും ഞാൻ ഈ പിക്കാക്സ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ കുറച്ചുകൂടി ചിലപ്പോൾ യൂസ് ചെയ്യും ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യില്ല അടുപ്പത്ത് കൊണ്ടേക്കും മീൻസ് വേവാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോളോ ഫ്യൂലൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ അടുപ്പത്ത് കൊണ്ടേക്കും എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് പാറ വിട്ടിട്ടെ വീഡിയോ നല്ല ലോങ് ആക്കാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണ്ടേ അപ്പോൾ എന്തായാലും ഈ പിക്കാക്സ് കഴിയുന്ന മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിക്കാക്സ് പൊട്ടി നമുക്ക് 60 പാറ കിട്ടിയിട്ടുണ്ട്
ആ പാറ നമ്മൾ ഇനിയിപ്പോൾ മേലെ എത്തിക്കാൻ പോവുകയാണ്. മേലെ തിരിച്ച് പരിപാടിയുമില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ശില്പത്തിലും കാണാതായ ഇവിടെ എവിടെയായിരുന്നു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചത്? അവിടെ നിന്ന് കിട്ടാൻ മതിയായിരുന്നു. ഇപ്പം അതും തപ്പിപ്പോണ്ടേ. എന്തായാലും എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് തപ്പിക്കാണ്ടാ പോണത്. എന്നിട്ട് നമുക്ക് അതിൽ പോയിട്ട് സോഡും മാക്സൊക്കെ ഉണ്ടാക്കണം. ഇവിടെ എവിടെയും കാണാനില്ലേ? എന്നാൽ നമുക്ക് പുതിയൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അതാണ് ഇരിക്കുന്നത് ബെറ്റർ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്. സോഡ് ഉണ്ടാക്കിയില്ലേ? ഓക്കെയാണ്. ആക്സ്, ഒരു പിക്കാക്സ്. നമ്മൾ ഈ 3 സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓർഡറിൽ വെക്കണം. നമുക്കിതൊരു ഓർഡർ വെക്കാൻ ഒരിതില്ല. ഞാൻ എപ്പോഴും ഓർഡറിൽ വെക്കും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇപ്പോഴത്തേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു പെരക്കുള്ള സ്ഥലം തപ്പാണ് വേണ്ടത്. മീൻസ് പെരക്കുള്ള സ്ഥലം തപ്പുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം. ഇപ്രാവശ്യം നമുക്ക് ബെഡ് റെഡി ആയിട്ടില്ല കേട്ടോ. മിക്കവാറും ഈ പോങ്ങൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങേണ്ടി വരും. ഓക്കെ, ദേഷ്യപ്പെട്ടിട്ടാ. അതായത് നമ്മൾ ജസ്റ്റ് പിന്നെ സ്ഥലം തപ്പിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്ഥലം കാണിച്ചു തരുന്നവരെ ഈ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ സ്ഥലം തപ്പട്ടെ. ഓക്കെ, അപ്പോൾ സ്ഥലം തപ്പാൻ പോയടുത്ത് ഇവിടെ ഒരു ആടിനെ കാണാൻ കേട്ടോ. അതിനങ്ങ് തട്ടി. അവിടെ വേറെ 2 ആട്. അങ്ങനെ ബെഡ് സെറ്റ് ഒറ്റടി കൂടി. ഓക്കെ, ബെഡ് സെറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലം റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ കുറച്ച് വെട്ടിയൊക്കെ നന്നാക്കണം. ഇതാ ഇവിടെ നിന്ന് നമുക്കിതാ ബാക്ക് വരെ ഇവിടെ ഇത് ഡെസേർട്ടാണ് കേട്ടോ. ഞാൻ കുറച്ചൊന്നാണ്ട് പോയി നോക്കിയായിരുന്നു. ഡെസേർട്ടാണത്. അപ്പോൾ തന്നെ ഓരോ ഡെസേർട്ട് വില്ലേജൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതാണ് സ്ഥലം. ഇവിടെ കുറച്ച് വെട്ടിയൊക്കെ നന്നാക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ വെട്ടിയൊക്കെ നന്നാക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.